ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടയും അതിന്റെ ഓർമ്മകളുമാണ് ഷിരൂർ മണ്ണിടിച്ചിലിന്റെ മറ്റൊരു വേദന. കലിതുള്ളി വന്ന മണ്ണുമല ലക്ഷ്മൺ നായിക്കിന്റെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും ജീവനെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ജഗന്നാഥും ലോകേഷും ഇന്നും കാണാമറയത്താണ്. ഷിരൂരിലൂടെ കടന്നുപോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാർക്കും ലക്ഷ്മൺ നായിക്കിനെയും വിശപ്പകറ്റുന്ന ദാബയും അറിയാം. കടയിലെത്തുന്നവരോടെല്ലാം നല്ല ബന്ധം, അവർക്ക് തിരിച്ചും. ലക്ഷ്മൺ നായിക്കിന്റെ ബന്ധു അക്ഷയ് നായിക്കിന്റെ വാക്കുകളാണിത്. केरला और तमिलनाडु को बहुत रिलेशनशिप था. वो क्या करता था, इधर ही अच्छा रिलेशन. उसके बाद लक्ष्मण अन्ना उनका फैमिली भी इधर लेके आया था. उसके साथ एक इंसिडेंट में सब चले गया. दाबा इंगे था इंगे. अभी पुल ओपन है, कुछ भी नहीं, इधर कुछ भी नहीं दिख रहा है. हम डेली आते जाते हैं, हमको डेली मेमोरी आते रहते हैं. उस टाइम अर्जुन था, अर्जुन का ट्रक था. अर्जुन का भी रिलेशनशिप अच्छा था लक्ष्मण के पास. एवरी टाइम इधर आके रुक के पानी गिनी भर के जाता था वो. बट सब चले गया, उनका भी हो गया और सब चला गया. നിമിഷങ്ങൾ കൊണ്ടാണ് എല്ലാം ഇല്ലാതായത്. ലക്ഷ്മൺ, ഭാര്യ ശാന്തി, മക്കളായ റോഷൻ, അവന്തിക എന്നീ 4 ജീവനുകൾ മണ്ണിനടിയിൽ പൊലിഞ്ഞു. ദാബയിലെ ജോലിക്കാരനായ ജഗന്നാഥും ഭക്ഷണം കഴിക്കാനെത്തിയ ലോകേഷും ഇന്നും കാണാമറയത്തു തന്നെ. കേന്ദ്ര സർക്കാരിന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ മണ്ണിടിച്ചിലിൽ മരിച്ചെന്നതിന് തെളിവ് വേണം. ഇതിനായി നിർധനരായ ജഗന്നാഥിന്റെ കുടുംബം കഴിഞ്ഞ 1 വർഷമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ ನಮಗೆ 5 ಲಕ್ಷ ಕೊಟ್ಟಿದ್ದಾರೆ, ಆದರೆ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ 2 ಲಕ್ಷ ಕಾಂಪನ್ಸೇಷನ್ ಕೊಡೋದಿತ್ತು. ಅದು ನಮಗೆ ಬಾಡಿ ಸಿಗಲಿಲ್ಲ ಅಂತ ನಮಗೆ ಅದನ್ನು ಕೊಟ್ಟಿಲ್ಲ. ಅದನ್ನು ಮತ್ತೆ ಅದು ಇಲ್ಲ ಅಂತ ಮತ್ತೆ ಡೆತ್ സർട്ടിഫിക്കറ്റും ഇല്ല, ബോഡി സിഗ്ലില്ല ಅಂತ. പ്രിയപ്പെട്ട അർജുന്റെയും ജീവൻ നഷ്ടപ്പെട്ട മറ്റു 10 മനുഷ്യരുടെയും മണ്ണിടിച്ചിലിന്റെ പ്രതിഫലനത്തിൽ ഗംഗാവലിയുടെ മറുകരയിൽ ജീവിതം നഷ്ടമായ ഗ്രാമവാസികളുടെയും ഓർമ്മകൾ അവശേഷിക്കുന്നതാണ് ഈ മണ്ണ്. മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ഷിരൂർ.